നമസ്കാരം. നമ്മുടെ ശ്രീമതി മുൻ മന്ത്രി പി.കെ. ശ്രീമതി, ഈ ശ്രീമതിയുടെ കുറച്ച് പണവും പണ്ടവും ട്രെയിനിൽ വെച്ച് കളവ് പോയി. സംഭവം കേരളയിൽ വെച്ചല്ല, എന്ന് വെച്ചാൽ കേരളത്തിലെ ട്രെയിനുകളിൽ വെച്ചല്ല, കൊൽക്കട്ടയിൽ ബീഹാറിലെ സമസ്തിപുരിലേക്ക് പോകുന്ന വഴിക്കാണ് മോഷണം നടന്നത്. 40,000 രൂപയും മൊബൈൽ ഫോണും സ്വർണ്ണക്കമ്മലും തിരിച്ചറിയൽ രേഖകളും അടക്കം കള്ളൻ അടിച്ചുകൊണ്ടുപോയി. ഇതേക്കുറിച്ച് അന്തരിച്ച മുൻ CPM നേതാവ് M.M. ലോറൻസിൻ്റെ മകൾ ആശ ലോറൻസ് സമൂഹ മാധ്യമത്തിൽ ഒരു പരിഹാസക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ലാഘവത്തോടെ 40K+ ആഭരണങ്ങൾ കയ്യിൽ കൊണ്ടു നടക്കുന്ന തൊഴിലാളി പാർട്ടി പ്രതിനിധി. അയ്യാ സോറി, തൊഴിലാളി പാർട്ടിയല്ല, മുതലാളി പാർട്ടി. തീവണ്ടിയിലെ ഗാർഡിനോട് പരാതിപ്പെട്ടപ്പോൾ ലാഘവത്തോടെ എടുത്തു എന്ന്. ലാഘവത്തോടെ 40K+ ആഭരണങ്ങൾ കൊണ്ട് നടക്കുന്നവരോട് ലാഘവത്തോടെ തന്നെയല്ലാതെ എന്ത്? അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തി ലോകശ്രദ്ധ നേടിയ അതിസമ്പന്നരുടെ സംസ്ഥാനത്തു നിന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് വനിത വരുമ്പോൾ അതിദാരിദ്ര്യത്തിൽ കഴിയുന്ന ബംഗാളികൾ നേതാവിൻ്റെ ബാഗിൽ അല്ലെങ്കിൽ കയ്യിൽ 40,000-ഓ 1,00,000-ഓ രൂപയും ആഭരണങ്ങളും പ്രതീക്ഷിക്കുന്നതിൽ തെറ്റുണ്ടോ? അതിസമ്പന്ന സംസ്ഥാനത്തെ അതിസമ്പന്നരായ അതിഥി തൊഴിലാളികൾ നാട്ടിലെ ബന്ധുക്കൾക്ക് ക്ലൂ കൊടുത്തു കാണും. ലാഘവത്തോടെ 40K+ ആഭരണങ്ങളുമായി ഒരു വനിതാ നേതാവ് വരുന്നുണ്ടെന്ന്. ഇന്ന വണ്ടിയിലാണെന്ന് വരെ അവർ അറിഞ്ഞു കാണും. പോയത് കൊൽക്കട്ടയിൽ നിന്ന് ബീഹാറിലേക്ക്, പോയത് മഹിളാ ഫെഡറേഷൻ മീറ്റിംഗിൽ പങ്കെടുക്കാൻ. സമ്പന്നമായ സംസ്ഥാനത്തു നിന്ന് ഭരണമുള്ള സമയത്ത് ഭരണ പാർട്ടി വനിതാ നേതാവ് വെറും കൈയോടെ ചെന്നാൽ ആർക്കാണ് നാണക്കേട്? അതിസമ്പന്നമായ സംസ്ഥാനത്തെ അതിസമ്പന്നരായ ജനങ്ങൾക്ക്, അതിസമ്പന്നമായ സർക്കാരിന്, അതിസമ്പന്നരായ പാർട്ടിക്ക്, ബഹുമുഖ്യമന്ത്രിക്ക്, ശ്രീമതി ഉൾപ്പെടുന്ന സെൻട്രൽ കമ്മിറ്റിക്ക്, സർവോപരി EP ജയരാജന്, ഡൽഹി ലളിതിൽ ചായ കുടിക്കാൻ വിമാനം എടുത്തു പോകുന്ന EP ജയരാജൻ്റെ ബന്ധുവിന് കുറഞ്ഞത് 40K എങ്കിലും കയ്യിലില്ലെങ്കിൽ എന്തൊരു നാണക്കേടായിരിക്കും. പറഞ്ഞാൽ നാട്ടുകാർക്ക് മനസ്സിലാകുമോ? അതെങ്ങനെ? വിദ്യാഭ്യാസമോ വിവരമോ ജോലിയോ കൂലിയോ ഇല്ലല്ലോ. 40K ഉലുവ എന്നാത്തിനുണ്ട്? ഇക്കാലത്ത് അരപ്പവൻ പോലും കിട്ടുമോ? 2-3 സാരി മേടിക്കാം. ജംധാനി സാരി, ബാലുചാരി സാരി, സിൽക്ക് സാരി ആണെങ്കിൽ മാക്സിമം 1-2. ശ്രീമതി MP ആയിരുന്നപ്പോൾ ധരിച്ചിരുന്ന ബ്ലൗസ് കണ്ട് പാർലമെന്റിൽ എല്ലാവരും ചോദിച്ചത്രേ, ഇതെവിടുന്നാ എന്ന്. എൻ്റെ മോൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാ എന്ന് ശ്രീമതി. വാർത്ത വന്നത് മലയാള മനോരമയിലെ ജോമി തോമസിന് ഓർമ്മയുണ്ടാവും. എന്നും കുന്നും ദാരിദ്ര്യത്തിൽ കഴിഞ്ഞോളാമെന്ന് കമ്മ്യൂണിസ്റ്റുകാർ എവിടെയും ആരോടും പറഞ്ഞിട്ടില്ല. നല്ല വസ്ത്രങ്ങൾക്കും നല്ല ഭക്ഷണത്തിനും വേണ്ടിയാണ് ഞങ്ങൾ സമരങ്ങൾ നടത്തിയത് പറഞ്ഞ സെൻട്രൽ കമ്മിറ്റി അംഗം ജീവിച്ചിരിപ്പുണ്ട്. സ്വർണം കൊണ്ടുപോയവർ ആരപ്പ? വനിതാ നേതാവാണ് അയ്യപ്പ. സ്വർണം കട്ടവരാരപ്പ? സഖാക്കളാണ് അയ്യപ്പ. സ്വർണമാണ് അഖിലസാരം കമ്മ്യൂണിസത്തിൽ. തീവ്രത കുറഞ്ഞ കളവായിപ്പോയി. ജസ്റ്റ് 40K. ആഭരണങ്ങൾ എത്ര കിലോ എന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനെയാണ് ആശ ലോറൻസ് കുറിപ്പെഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ P.K. ശ്രീമതിയെയും പിണറായി വിജയനെയും പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കാണുമ്പോൾ അസൂയ തോന്നിപ്പോകും. യൂസഫ് അലിയെ പോലെയുള്ള വ്യവസായികളൊക്കെ പണ്ട് ഉരുവിൽ കയറിപ്പോയി കഷ്ടപ്പെട്ടാണ് ഇന്നത്തെ നിലയിലെത്തിയത്. അതുപോലെയുള്ള വ്യവസായികളുടെ വ്യവസായങ്ങൾ തകർത്താണ് പിണറായി വിജയനെയും ശ്രീമതിയെയും പോലെയുള്ള നേതാക്കൾ ഇന്നത്തെ നിലയിലായത്. ഇത്രയും നാളത്തെ പ്രവർത്തനം കൊണ്ട് നശിപ്പിക്കാനല്ലാതെ മറ്റൊന്നിനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണോ എന്തോ ഇപ്പോഴും കമ്മ്യൂണിസം എന്ന് പറഞ്ഞ് നടക്കുന്നത്?